സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. KCTA കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആദ്യത്തെ വെബിനാറാണ്. ഉണർവ് 2025 എന്ന പേരിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒരാഴ്ചയോളം നമ്മൾ മെൻ്റൽ ഹെൽത്ത് വീക്കിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി പ്രോഗ്രാമിന് സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ സലീമ മാമിനെ ക്ഷണിക്കുകയാണ്. സലീമ മാം, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരം. ഉണർവ് 2025 ആദ്യത്തെ വെബിനാറാണ് ഇന്ന് നടക്കുന്നത് എന്ന് ഇൻട്രൊഡക്ഷൻ സാറ് പറഞ്ഞു. KCTA ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വെബിനാർ സീരീസിന്റെ അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ വെബിനാർ സീരീസ് അല്ല, വീക്ക്ലി പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഈ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ KCTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി സരസ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളുടെ പരിപാടി ഐശ്വര്യപൂർണ്ണമായി തീരുവാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സജി സരസ് സാറിന് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യുന്നത് കോട്ടയം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ആനിയമ്മ ജോർജ് ആണ്. ശ്രീമതി ആനിയമ്മ ജോർജ് വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും സമർപ്പണ ബുദ്ധിയോടും കൂടിയാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, അനുഗ്രഹങ്ങളോടെ എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ആനിയമ്മ മാമിനെ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്തതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഡോക്ടർ സാബു കേരളമാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഏറ്റവും സമൂഹത്തിന് വലിയ നന്മകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു തുടക്കമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സലീമ മാം, വളരെ സന്തോഷം. അടുത്തതായിട്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഓപ്പണിംഗ് ഉദ്ഘാടനം സജി സരസ് സാർ നമുക്ക് വേണ്ടി നിർവഹിക്കും. സജി സരസ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ സാറേ? അതെ സാർ, ക്ലിയർ ആണ്. ഓക്കെ. കാരണം വണ്ടികളുടെയൊക്കെ ഒരു ഒറ്റപ്പാടൊക്കെ ഉണ്ടാവും, എന്നാലും സഹകരിക്കുക. എല്ലാ KCTA കോട്ടയം ജില്ലയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ സഹപ്രവർത്തകർക്ക്, ജില്ലയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും, KCTA കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറെ അഭിമാനത്തോടു കൂടിയും ഒരു സന്തോഷം തോന്നേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, വെറും 18 ദിവസത്തെ പ്രായമുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് നമ്മുടെ കോട്ടയത്തെ. കാരണം ഒക്ടോബർ 2-നാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ KCTA ഇപ്പൊ നിലവിലുള്ള ജില്ലകളിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട, ഒക്ടോബർ 2-ന് രൂപം കൊണ്ട ജില്ലയാണ് കോട്ടയത്തെ KCTA. അത് ബാക്കിയുള്ള ജില്ലകളെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് മാനസിക മെന്റൽ ഹെൽത്ത് വീക്ക് ആഘോഷിച്ചത്. ശരിക്കും അതൊരു ഞെട്ടലെന്നുള്ളതല്ല, മറ്റ് ജില്ലകൾക്ക് അസൂയ തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ തുടക്കത്തില്, അതായത് നമ്മുടെ സാബു സാർ അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോ KCTA ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് 7 ദിവസം അഭിമാനകരമായിട്ടുള്ള വിജയത്തോടുകൂടി, ഞാൻ ആ പരിപാടിയുടെ സമാപനത്തിൽ ഞാൻ പറഞ്ഞു, ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത് അതിന്റെ 2ാം ഭാഗമോ അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സംഭവമോ ഏതാനും ദിവസങ്ങൾക്ക് തന്നെ പ്രതീക്ഷിക്കാമെന്ന്. പക്ഷെ അതിലും ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി പോലും ഇത്തരത്തിലൊരു ആലോചനയിലാണ്. അതായത് ഇത്തരത്തില് ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റേറ്റിലുള്ള എല്ലാ ജില്ലകളിലുള്ള ട്രെയിനർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്നുള്ള ഒരു ആലോചനയിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ മെന്റൽ ഹെൽത്ത് വെബിനാർ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ തൊട്ടടുത്ത തിങ്കളാഴ്ച തന്നെ ഇതൊരു സീരീസ് പോലെ, തീർച്ചയായിട്ടും അതൊരു KCTA സ്റ്റേറ്റ് കമ്മിറ്റിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു
പ്രവർത്തനമാണ് KCTയുടെ കോട്ടയം ജില്ലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലെനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമൊന്നും ഞാൻ അതിന്റെ രൂപീകരണത്തോടനുബന്ധിച്ചു ഞാൻ അതിനകത്ത് പങ്കെടുത്തത് കൊണ്ട് മാത്രമല്ല, എന്റെ ചുമതലയിൽ വരുന്ന ഒരു ജില്ല എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിന്റെ രൂപീകരണത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കഴിവെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡെഡിക്കേഷൻ ഉള്ള, ഈ മേഖലയിൽ ഒരുപാട് സർവീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ള ഒരു കൂട്ടം നല്ല മനസ്സുകൾ ഉള്ള ഒരു ജില്ലയായിട്ട് എനിക്ക് കോട്ടയത്തെ കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം ഈ ഒരു സീരീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിലേക്ക് പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ വളരെ കാമ്പും കഴമ്പും ഉള്ള ഒത്തിരി പേരുകൾ ആ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. അപ്പൊ അതിനോടൊപ്പം എന്നോടും ഒരു പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞു, ഞാനും ഒരു പേര് നിർദ്ദേശിച്ചു. അപ്പോ എന്തായാലും അതിനും ഒരു സന്തോഷം തോന്നുന്നു. ആ ഉണർവ് 2025 അല്ലെങ്കിൽ ഉണർവ് എന്നൊരു പേര് എനിക്ക് നിർദ്ദേശിക്കാൻ പറ്റി. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് എല്ലാ അംഗങ്ങളും, കോട്ടയത്തെ എല്ലാ അംഗങ്ങളും കാണിച്ചു. അതിന്റെ ഒന്നാമത്തെ ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചാനലിലൊക്കെ ഒരു സീരിയലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ 1000 എപ്പിസോഡ് ഒക്കെ പിന്നെ നമുക്ക് എന്താ പറയുന്ന 1000 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു ആഗ്രഹമാണ് കോട്ടയം ജില്ല ഈ ഏറ്റെടുത്ത ഒരു ദൗത്യം. ഇതൊരു 1000 എപ്പിസോഡ് 1000 തിങ്കളാഴ്ചകളും പിന്നിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ഈ KCTA കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും കഴിവ് തെളിയിക്കുവാനുള്ള, അതായത് കഴിവ് തെളിയിക്കുക മാത്രമല്ല, അവർക്ക് അരങ്ങ് തകർക്കുവാനുള്ള ഒരു വേദിയായി ഈ ഉണർവ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കോട്ടയം KCTയുടെ കോട്ടയം ജില്ലയിലുള്ള ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ട്രഷറർ, അതുപോലെ 8 അംഗങ്ങളുള്ള ജില്ലയുടെ ഭരണസാരഥ്യം, അതിനേക്കാളൊക്കെ ഉപരി തന്റെ തൂലികയിൽ ഇത്തരത്തിലൊരു ആശയം കൊണ്ടുവന്ന്, ശരിക്കും പറഞ്ഞ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീ സാബു കേരളം സാറാണ്. ഡോക്ടർ സാബു സാറിനെ ഈ ഒരു അവസരത്തിൽ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം കോട്ടയത്തിന് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ സ്റ്റേറ്റ് പോലും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്ത് എല്ലാ തിങ്കളാഴ്ചകളും 7 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി, അത് ലോകം മൊത്തം എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടി മുന്നോട്ട് വന്ന സാബു സാറിനെ ഈ അവസരത്തിൽ KCTയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഏറെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ എന്റെ സന്തോഷം അദ്ദേഹവുമായിട്ട് ഈ അവസരത്തിൽ പങ്കുവച്ചുകൊണ്ട്, ഈ ഉണർവ് 2025 വളരെ വിജയത്തോടുകൂടി മറ്റുള്ള ജില്ലകൾക്ക് അസൂയയോടുകൂടി നോക്കുന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു മോട്ടിവേഷനും അവർക്കൊരു ഇൻസ്പിറേഷൻ നൽകത്തക്ക വിധത്തിലേക്ക് വലിയൊരു വിജയമായി തീരട്ടെ. ഇതുപോലുള്ള മറ്റൊരു സൂപ്പർ ഡൂപ്പർ ബമ്പറുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഹിറ്റുമായിട്ട് നമ്മുടെ സാബു സാറിന്റെ ബ്രെയിനിൽ ഉദിക്കുന്ന, തൂലികയിൽ ഉരുത്തിരിയുന്ന വലിയൊരു പ്രോജക്റ്റുമായിട്ട് വീണ്ടും നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം KCTAക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉണർവ് 2025 ഞാൻ ഈ അവസരത്തിൽ ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇതിന്റെ ട്രെയിനിങ് ക്ലാസ്സുകൾക്ക് ഇന്നത്തെ ദിവസം ട്രെയിനിങ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് കോട്ടയത്തിന്റെ തന്നെ ജില്ലാ അധ്യക്ഷയായ ശ്രീമതി ആനിയമ്മ മാമാണ്. ആനിയമ്മ മാമിനും അതുപോലെ തന്നെ കോട്ടയത്തെ മുഴുവൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ KCTയുടെ കുടുംബാംഗങ്ങൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതവും സന്തോഷവും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാവിധമായിട്ടുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട്, ഞാനൊരു യാത്രയിലാണ് എങ്കിൽ പോലും ഞാൻ ഈ ഒരു ഫ്ലെയർ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ 2 വാക്ക്, അത് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ ഞാനത് ആ ഒരു ദൗത്യം ഞാൻ നിർവഹിച്ചതിൽ എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. ഒന്നുകൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തും. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ. വളരെ ശക്തമുള്ള വാക്കുകൾ. നല്ലൊരു നേതൃത്വത്തിൻ്റെ ആ ഒരു തണൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ശക്തിയും ഊർജ്ജവും സാറിൽ നിന്ന് ലഭിക്കുമെന്നുള്ള, അതുപോലെ സ്റ്റേറ്റിൻ്റെ ഭാരവാഹികളിൽ നിന്നൊക്കെ ലഭിക്കും എന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമാണ്. ഒരുപക്ഷെ ഏറ്റവും ആദ്യം എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്ന് ആനിയമ്മ മാമിലൂടെ നമ്മൾ കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, നർച്ചറിങ് പേരൻറ്ഹുഡ് എന്ന് പറയുമ്പോൾ തന്നെ രക്ഷകർത്തത്വമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തലം എന്ന് പറയാം. ഒരു പുതിയ തലമുറ ജനിക്കാൻ കാരണമാകുന്ന, മുന്നോട്ട് പോകാൻ കാരണമാകുന്ന, അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ
ഒരുപക്ഷെ സൈക്കോളജിക്കൽ തലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2 പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഒന്ന് ക്രിട്ടിക്കൽ പാരൻറ്റിങ്ങും ഒന്ന് നർച്ചറിങ് പാരൻറ്റിങ്ങും. അപ്പോൾ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നൊക്കെ ഒത്തിരി വിഭിന്നമായി എപ്പോഴും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു നർച്ചറിങ് പേരൻറ്ഹുഡ്, അതാണ് ഇന്നത്തെ വിഷയം. വളരെ ശാന്തമായി പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന രക്ഷകർത്തത്വത്തിൻ്റെ തലങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ഒരു വാക്കാണ് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും സജി സരസാറിൽ നിന്ന് കേട്ടതും. കാരണം ഒരു മാതാപിതാക്കളെ പോലെ കൃത്യമായി നമ്മളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തലം സാറിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് കേൾക്കാൻ സാധിച്ചു. സോ ഇന്ന് നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. അതോടൊപ്പം അനിയമാമിനെയും കൂടെ. അനിയമ്മ മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. കേൾക്കുന്നോ? കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഈ ഒരു നിമിഷം എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മൊമെന്റിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പിന്നെ ഞാൻ ഒത്തിരി ഒന്നും തന്നെ മുന്നിൽ പറയുന്നില്ല. ഒരുവിധം സജി സാറും വളരെ ഭംഗിയായിട്ട് നമ്മളോട് സന്നിവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഞാൻ എസ്പെഷ്യലി എനിക്ക് എൻ്റെ കറക്ഷൻസ് പറഞ്ഞു തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ വാക്കുകളെ മാനിച്ച് നമ്മുടെ സമയം ക്ലിപ്തതയെ മാനിച്ചും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കിടക്കുവാണ്. ഏവരെയും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദീപാവലി മംഗളദിന ആശംസകൾ. ഈ ഒരു 1-ാം ദിനം നമുക്ക് ഇത്ര ഒരു ഐശ്വര്യലക്ഷ്മി ദിനത്തിൽ തന്നെ എത്തിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദി. നമുക്ക് നമ്മുടെ വിഷയത്തേക്ക് പോവാം. പാരന്റിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരം പാരന്റിങ് ഉണ്ട്. അതിപ്പോൾ ഓറലായിട്ട് സാബു സാറ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നർച്ചറിങ് പാരന്റ്ഹുഡ്. എന്താണ് നർച്ചറിങ് പാരന്റ്ഹുഡ്? അതിനെപ്പറ്റിയും വിശദീകരിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട്. ഇപ്പം ഒരു ദിവസത്തെ ക്ലാസ് എടുത്താൽ പോലും തീരുന്നതല്ല എന്നുള്ള വിവരം എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണെന്ന് ഞാൻ ബോധവതിയാണ്. എന്നാലും ഞാൻ മെയിനായിട്ടൊന്ന് പറയട്ടെ. അതില് പ്രധാനമായ ഒരു 5 ഫാക്റ്റുകൾ എന്ന് പറയുന്നത്, അതായത് നർച്ചറിങ് പാരന്റ്ഹുഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായത് സെക്യൂർ അറ്റാച്ച്മെന്റ്, അതായത് നമ്മൾ സുരക്ഷിത ബോധം കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. എമോഷണൽ റെഗുലേഷൻസ്, അതായത് കുഞ്ഞുങ്ങളുടെ വൈകാരിക നിയന്ത്രണങ്ങൾ. സെൽഫ് എസ്റ്റീം, മൂന്നാമത്തത് ആത്മാഭിമാനം, അത് വളർത്തുന്നതിൻ്റെ കുറിച്ചുണ്ട്. 4-മതായി നമുക്ക് സോഷ്യൽ സ്കിൽസ്, സാമൂഹിക കഴിവുകളെ വളർത്തുന്നത് സംബന്ധിച്ചുണ്ട്. ഫൈനൽ റെസിലിയൻസ്, ദാറ്റ് മീൻ പ്രതിരോധശേഷി. ഈ 5 മെയിൻ പോയിന്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയാനും ധാരാളമുണ്ട്. ഇന്നങ്ങനെ തീരില്ല. അതുകൊണ്ട് സ്വാഭാവികമായി നമ്മുടെ സമയപരിധിയിൽ ഒഴിച്ച് ഞാൻ ആദ്യത്തെ ഒരു 2 പോയിന്റ് മാത്രം ചൂസ് ചെയ്തിരിക്കുകയാണ്. സെക്യൂർ അറ്റാച്ച്മെന്റ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻസ്, അതിനെ മാത്രം നമുക്കൊന്ന് ശ്രദ്ധയൂന്നാം. സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് 1000 ദിവസത്തോളം അതിനെ അമ്മയോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത്, അത് വല്ലാത്തൊരു ബോണ്ടിങ് ആണ്. കുട്ടികളിൽ ശ്രദ്ധിക്കുന്നത്, അതായത് നർച്ചറിങ് പേരന്റിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഫുഡ് കൊടുക്കുന്നു, മാളിൽ കൊണ്ടുപോകുന്നു, അത് വാങ്ങി കൊടുക്കുന്നു, ഇത് വാങ്ങി കൊടുക്കുന്നു, എല്ലാമാണ് അതായത് അവരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഒരു പാരന്റിങ് എന്ന് നമ്മൾ സ്വതവേ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നാൽ അതിനപ്പുറം കുഞ്ഞുങ്ങള് ഇതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അത് 2 ഭാഗത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും 2 ടോപ്പിക്കിലും വ്യത്യസ്തമായിട്ടാണ് അത് സെക്യൂർ അറ്റാച്ച്മെന്റ് എന്നുള്ള ഭാഗത്ത് വരുന്നത്. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന പോർഷൻസ് റെസ്പെക്ട് ആൻഡ് ലവ് ആണ്. അല്ലാതെ നമ്മൾ എന്തൊക്കെ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതല്ല. അവരൊരു കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ അവരിൽ ഒരു യുണീക് പേഴ്സൺ ആണെന്നുള്ളത് ആ ഒരു രീതിയിൽ, അല്ലെ ഒരു അഡൽട്ട് പേഴ്സണ്, അഡൽട്ട് എന്ന് പറഞ്ഞാൽ മേജർ, ആ അഡൽട്ട് പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ അവരെ ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു.
അവർക്കുമുണ്ട് ഒരു വ്യക്തിത്വം. അവരെയും നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളിലും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലായിടത്തും അവരെയും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരാവശ്യകത നിലനിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എസ്പെഷ്യലി ഇത് കൂടുതലായിട്ട് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, അവർക്ക് വേണ്ടുന്ന ഈ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക. ഞാനാ വളർത്തിയത് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടായാലുടൻ ഞാൻ വളർത്തിയുണ്ട്, ഞാൻ ചെയ്തുകൊണ്ട് ആക്ച്വലി ഇവർക്ക് വേണ്ടുന്നത് അവർ ലഭിക്കുന്നുണ്ടോ, ആ ഒരു കാര്യം നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. കാരണം ഓരോന്നിനെയും മൈന്യൂട്ടായി പറയാൻ പോയാൽ ഇന്നത്തെ ഇതില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും ചെറുപ്പം മുതലേയും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് ഹഗ്ഗിങ് അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് തുടങ്ങി ഒരു എന്താ പറയുന്നത് നമ്മുടെ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗത്തില് എത്രത്തോളം ആളുകൾ അതിന് തയ്യാറാവുന്നുണ്ട്, നമ്മളെ പേരൻസ് തന്നെ. അവിടെ പോലും ഈഗോ ആവുന്ന പേരൻസുകളെ ഞാൻ നേരിട്ട് അറിയുന്നു. കാരണം പറഞ്ഞല്ല, എനിക്ക് അറിയാവുന്നൊരു കേസിൽ പറയുകയാണെങ്കിൽ അവർ ആ പെൺകുട്ടിക്ക് നമ്മളിപ്പോൾ ഞങ്ങളുടെയൊക്കെ പേജൊക്കെ ഉള്ളൂ, പക്ഷെങ്കിൽ 3 ആൺകുട്ടികളാണ്. അത് കാരണം അവര് ആൺകുട്ടികളിലും ഫാദറുമായിട്ട് വളരെ ഓക്കെ ആയി പോണു. പക്ഷെ ഞാൻ ആ മദറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അല്ല വേണ്ടത്. അപ്പൊ അവരുടെ ഒരു ചോദ്യം വരുന്നത്, ആൺകുട്ടിയല്ലേ, ആൺകുട്ടിക്ക് എന്താ പറ്റി, ആൺകുട്ടിയാണെങ്കിലും മകനല്ലാതാണല്ലോ. അങ്ങനെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അത് ഒരു അടുപ്പത്തിന്റെ ഭാഗം കൂടിയാണ്. ഒരു അവരറിയാതെ ഒരു മാനസിക അടുപ്പം അവരിൽ ക്രിയേറ്റ് ആവുന്ന ഒരു മൊമെന്റ് ആണ്. ഇപ്പം എന്റെ ഓൺലൈൻ എന്ന് പറഞ്ഞാല് ഞാൻ ചെറുപ്പം മുതലേ അവളെ കൊണ്ട് ഉമ്മ തരിക, ചെറിയ കാര്യമാ. ഉമ്മ തരാൻ പറഞ്ഞാൽ അവിടെ തരും, ഇപ്പുറത്താ ഇപ്പുറത്ത് തരും, ഇങ്ങനെയെല്ലാം പറഞ്ഞ്. ഇപ്പൊ സത്യം വെച്ചാൽ അവൾക്ക് ഒരു അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഫോണിലൂടെ പോലും ചോദിച്ചാൽ ആളൊക്കെയാണ്. ഡയറക്റ്റ് വരുമ്പോഴും ഞാൻ ആവശ്യപ്പെടുമ്പോൾ ഓക്കെ. അതിലൂടെ വരുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ്. എനിക്കാവാം, ഒരു മിസ്റ്റേക്ക് വന്നാൽ കുഴപ്പമില്ല, എനിക്ക് അമ്മയുണ്ട് എൻ്റെ കൂടെ, നമുക്ക് എന്തും തുറന്ന് പറയാം. പിന്നെ അവരാ പറഞ്ഞ എല്ലാറ്റിലും ഓരോന്നിനെയും എന്താ പറയാ, ഒരു പർട്ടിക്കുലർ പ്രായം വെച്ചല്ല ഞാൻ ഒന്നിനോട് ഇടപെടുന്നത്. ദൈവം അങ്ങനെയല്ല എന്നെ കൊണ്ടുപോയിരിക്കുന്നത്, അതാണ് സത്യം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രോത്സാഹനം നൽകേണ്ട പ്രായമുണ്ട്, എന്നാൽ കറക്ഷനോട് കൂടി പ്രോത്സാഹനം നൽകേണ്ട പ്രായമുണ്ട്. ഈ പ്രോത്സാഹനം നടക്കുമ്പോഴും കുഞ്ഞിന്റെ മൈൻഡ് ഓവറായിട്ട് ഒരു എന്താ പറയാ, ഒരു ചെറുവിഭാഗമെങ്കിലും കുട്ടികളില്ലേ ഒരു ക്രിക്കറ്റ് കളി ജയിച്ചു, ആ ജയിച്ചു എന്ന് കൊണ്ടുവരുന്ന പിന്നെ അവരങ്ങ് TV പൊട്ടിക്കുകയാണോ, അവിടെ അവരുടെ ആ എക്സ്പ്രഷൻസ് ഭയങ്കര ഉത്തേജകപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിന് നമ്മളെല്ലാം ആസ്വദിക്കണം, പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ ലിമിറ്റ് ചെയ്യേണ്ടതിനെ ലിമിറ്റ് ചെയ്യാനും പഠിക്കണം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചൊരു സൗഹൃദം മാതാപിതാക്കളും കുഞ്ഞും തമ്മിൽ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ആ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ എന്നാ, നമ്മളൊക്കെ ഒപ്പം നിന്ന് സംസാരിക്കാനൊക്കെ ആയി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ള ഒരു കണ്ടീഷൻ ആയി കഴിഞ്ഞേച്ച്, അതായത് കതിരിന്മേ കൊണ്ട് വളം വെക്കുന്നതിന്റെ എഫക്റ്റ് കിട്ടുന്ന ആ പ്രായത്തിൽ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെയാണ് അത് നടക്കേണ്ടത്. എസ്പെഷ്യലി പ്രീ ഗാങ് ഏജ്. പ്രീ ഗാങ് ഏജ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായക്കാരാണ്. പ്രീ ഗാങ് ഏജ് എന്ന് വെച്ചാൽ പ്രീ ഗാങ് ഏജ് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടി കാണും. അതായത് ഒരു കുട്ടി ഒരു ഗാങ് ആയിട്ടുള്ള ജീവിതം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം, അതാണ് പ്രീ ഗാങ് ഏജ് എന്ന് പറയുന്നത്. അത് ഈ 1 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഞാനൊരു മോണ്ടിസോറി അഡൽറ്റ് ആയതുകൊണ്ടും കുഞ്ഞുങ്ങളോട് നന്നായി ഇടപെട്ടിരിക്കുന്നതുകൊണ്ടും അവരിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു. അവരിൽ പോലും എൻ്റെ ഗുരുക്കന്മാരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും
നന്ദി അർപ്പിക്കുമ്പോഴാണെങ്കിൽ ഈ കൊച്ചുകുഞ്ഞുങ്ങളെ അടക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിന് മുന്നിൽ അവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മൾ ആരും ഒന്നും തികഞ്ഞവരായിട്ടുള്ളതായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ഒന്നും തികഞ്ഞ വ്യക്തിയായിട്ട് ഭൂമിയിൽ ഒരാൾ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, അത് തന്നെയാ സത്യം. അപ്പൊ നമ്മൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കർമ്മം അതാണ്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത് അങ്ങോട്ട് എന്നുള്ളതിന്റെ ലിസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് പകരം നമ്മളിൽ നിന്ന് ആ കുഞ്ഞ് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്ന് കുഞ്ഞിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുന്നതിന്റെ വളരെ വളരെ അധികം കൂടുതൽ ആ കുഞ്ഞ് നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്ത്? കമന്ന് വീഴുന്നതിന് മുന്നേ കണ്ണ് ചലിപ്പിക്കാനും സ്വരം ശ്രദ്ധിക്കാനും തുടങ്ങുന്ന ആ കാലം മുതലേ. അല്ലാതെ ഒരു ഹൈസ്കൂൾ പ്രായത്തിലോ ഡിഗ്രി പ്രായത്തിലോ ആകുമ്പോഴല്ല പാരൻസിനെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും അതിലൂടെ വരുന്ന കാര്യം എന്ന് വെച്ചാല് ആ ഒരു കാലഘട്ടം ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന ഏജിനെ വരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം നല്ല രീതിയിൽ ഇപ്പം നർച്ചറിങ് പാരന്റിങ് അനുഭവിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാ ഭാഗങ്ങളും തക്കതായ അളവില് വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരുന്നവർ. അപ്പൊ അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അവരിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. കാരണം അവർക്ക് തെറ്റിയാലും പ്രശ്നമല്ല. കാരണം എൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ആത്മധൈര്യം. അതിലൂടെ അവരെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞു വെച്ചാല് ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി എവിടെയും ഒരു സ്റ്റേജ് പെർഫോമൻസ് ആവട്ടെ, ഇനി മറ്റെന്തെങ്കിലും ഒരു ചാലഞ്ചബിൾ കോമ്പറ്റീഷൻസ് ആവട്ടെ, ആഫ്റ്റർ ഏജ് ഒരു ജോലിക്ക് പോകുന്ന അവസരത്തിൽ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന ആ ടൈം ആവട്ടെ, അവിടെയൊക്കെയും അവനെ എത്രത്തോളം മികച്ചതായി അപ്പിയർ ചെയ്യാമോ ആ രീതിയിലേക്ക് അവനറിയാതെ വഴിമാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചെയ്യാതെ എല്ലാ ഭാഗത്തും നോ പറഞ്ഞുകൊണ്ടിരുന്ന ചെറുപ്പകാലം മുഴുവൻ വളർത്തിയിട്ട് ഒരു 18-20 വയസ്സാകുമ്പോൾ ചെറിയൊരു സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ച് വരുന്ന ഒരു കുട്ടി ഹയർ സ്റ്റഡി കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നു. ആരോടാ പറയേണ്ടത്? ആരാ അതിന്റെ കാരണക്കാര്? ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? വളരെയധികം ശ്രദ്ധ തോന്നേണ്ട ഒരു പോയിന്റില്ലേ? ഇതിനെയും ഈ പറഞ്ഞ പോലെ തന്നെ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രഥമമായി ഞാൻ അടുത്തതിലേക്ക് തന്നെ നീങ്ങുന്നു. സമയം നമുക്ക് വളരെ വിലയേറിയതാണ്. അതിനെ മാനിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരുടെ ഗൈഡൻസ് ഞാൻ മറക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ പോർഷനിൽ വരുന്നതെന്ന് വെച്ചാൽ ഇമോഷണൽ റെഗുലേഷൻസ്, വൈകാരികമായ ഒരു വൈകാരിക നിയന്ത്രണം. വൈകാരിക നിയന്ത്രണത്തിൽ ഊന്നി പറഞ്ഞാല് ഒരു പ്രധാനമായിട്ടും എന്നാ പറഞ്ഞത്, സ്വന്തം പേരൻസ് മൂലം അബ്യൂസ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ സൊസൈറ്റിയിൽ ധാരാളമാണ്. കാരണം വേറൊന്നുമല്ല, കമ്പയറിങ് മെന്റാലിറ്റി. എത്രയൊക്കെ നേടിയാലും എന്തൊക്കെ നേടിയാലും അവിടെയൊക്കെയും പേരൻസ് പിന്നെയും കമ്പയർ ചെയ്യാൻ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇന്ന പോലെ പറ്റത്തില്ല, നിനക്ക് ലഭിച്ചത് പോരാ, ബാക്കി കിട്ടാത്തത് എവിടെ? ദൂരെ എങ്ങും പോകണ്ടേ? എൻ്റെ കുഞ്ഞിന്റെ അനുഭവം തന്നെ എനിക്ക് മുന്നിൽ സാക്ഷ്യമാണ് അതിന്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു, ക്ലാസ് ടെസ്റ്റ് മറ്റിട്ട് 10 20 എക്സാം നടന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. എന്തായാലും കക്ഷിക്ക് കിട്ടിയത് 5 മാർക്ക്. ഓർക്കണം, ഞാനിവിടെ അവൾക്ക് മദറായിട്ട് ഞാനുണ്ട്, എൻ്റെ മദറുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്. ഈ 3 പേരുടെ ആ മദർഹുഡിലാണ്, ട്രിപ്പിൾ മദർഹുഡ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കറിയാം, അമ്മയോട് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ ഇവൾ ആദ്യം കാണിച്ചത് ഗ്രാൻഡ്മ ആയിപ്പോയി. തമ്പുരാനെ,
പിന്നെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല, കൊച്ചിനും അറിയത്തില്ല. ഗ്രാൻഡ്മ കിച്ചണിൽ നിൽക്കുമായിരുന്നു. ഇവിടെ പേപ്പർ കൊണ്ട് കാണിച്ചു. ദെൻ ഇപ്പുറത്ത് വന്നപ്പോഴേക്കും കിച്ചണകത്ത് ഡ്രം അടിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുക. പോയ ബാക്കി 15 മാർക്കിനെ പറ്റി സംസാരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. എനിക്കാണേലും കൊച്ചിനാണേലും തലക്കെട്ട് വന്ന് അടിക്കുന്നു, വൈബ്രേറ്റ് ചെയ്ത് പോകുന്നു. ഒന്നാമത് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ സംസാര ഭാഷ ശരിയാക്കുക, സംസാര സൗണ്ട് ശരിയാക്കുക. നിങ്ങൾ ഇതെന്താ, നമ്മളത് ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ? നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ല പറയുന്നത്. പിന്നെ ഈ വിദേശയിൽ നിന്നുകൊണ്ട് അമേരിക്ക കേൾക്കാനുള്ള സൗണ്ടില് ഉള്ള എനർജി മുഴുവൻ കളയുന്നത് എന്തിനാ? സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു പിക്ചർ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളെ ചിന്തിക്കണം. നമ്മളൊന്നും അല്ലെന്നൊന്നും മനസ്സ് വെച്ച് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയാൻ കാര്യം, അങ്ങനെ ഇങ്ങനെ ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് സാധ്യമല്ലാത്ത ഒരു പരിപാടിയാണ് മനസ്സ് വെച്ചും നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര മിടുക്കരാണ്. പക്ഷെ എന്നാൽ നമ്മളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണല്ലോ, പിന്നെ എന്നാ ചിന്തിക്കാൻ? അവിടെയാണ് പോണത് കാര്യങ്ങൾ. അപ്പോഴും ഈ പേരന്റ് അറിയുന്നില്ല കുഞ്ഞിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് സ്വന്തം പേരൻസ് തന്നെയാണ്. അവര് ഒരു വിധത്തില് 3-ാം വയസ്സ് വരെ ഒന്ന് എത്തിച്ചു എടുക്കുന്നു. എങ്ങനെ? അതെ, 3-3.5 വയസ്സിലെ എഴുത്തിനെഴുത്തും കഴിഞ്ഞ് അംഗൻവാടി കൊണ്ട് വിടുന്നു. പിന്നെ നമ്മുടെ കാര്യം തീർന്നു, ബാക്കി എല്ലാവരായി. അംഗൻവാടി ടീച്ചേഴ്സിന് ഇനി എവിടെയെങ്കിലും ഒരു ഷോർട്ടേജ് വന്നാൽ അതുപോലെ തന്നെ സ്കൂൾ ഏജിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും അവർക്ക് വിട്ടുകൊടുത്തേക്കുക. നമുക്കെന്തോ ബാധ്യതയായിരുന്ന ഒരു സംഭവം രാവിലെ ഒന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അയ്യോ ഇനിയും സമാധാനമായിട്ട് വല്ല ജോലിയും ചെയ്യാം. ഇനി തിരിച്ച് കയറി വരുമ്പോഴാണല്ലോ അയ്യോ വരാറായി, ഇനി എന്നേലൊന്ന് ചില സമയം തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ എങ്ങനെയാ? അതിനു വേണ്ടിയുള്ള ആവലാതി വെപ്രോളം എന്തൊക്കെയാ എനിക്കറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ദൈവത്തിന്റെ ഒരു വൈകൃതമായ സൃഷ്ടി എന്ന് മാത്രമേ എനിക്ക് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ ഒത്തിരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കാര്യങ്ങൾ. ദൈവമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇപ്പൊ ഈ നിമിഷത്തിലും ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ വെറും ദൈവത്തിന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം മാത്രം. അവിടുന്ന് നീക്കുന്നതിനനുസരിച്ച് ഞാൻ നീങ്ങുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് തിരികെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. അപ്പൊ കുട്ടികളെ കൂടുതൽ കമ്പയർ ചെയ്യാതിരിക്കുക, അവർക്ക് റോൾ മോഡലായിട്ടുള്ള ഒരു പാരന്റായി ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നെഗറ്റീവ് റോൾ മോഡലായി കൊടുക്കാതിരിക്കാൻ കഴിവിന്റെ മാക്സിമം ശ്രദ്ധിക്കുക. ഒരു ഫാമിലി ആകുമ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്താ പറയാ, ചട്ടിങ്കലാകുമ്പോൾ തട്ടിമുട്ട് ഇരിക്കും എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞാല് ഉണ്ടാവാം. പക്ഷെങ്കിൽ അതിൻ്റെതായിട്ടുള്ള, അതായത് പേരൻസ് ആദ്യം മനസ്സിലാക്കണം അവർക്കാണ് അറിവും ബോധവും പക്വതയും ഒക്കെ ഉള്ളത്. ഈ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞിന്റെ പ്രായം 4 ആണെങ്കിൽ ആ 4 വയസ്സുകാരനിൽ നിന്ന് നമ്മളിലേക്ക് ഒന്ന് നോക്കണം. സ്വന്തം കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് 4 വയസ്സുകാരിയായ എന്നോട് ഞാനൊന്ന് സംസാരിച്ച് എനിക്കൊന്നും അറിയത്തില്ലെന്ന് മനസ്സിലാവും. അത്രയല്ലേ ഉള്ളൂ ആ കുഞ്ഞിന്. അല്ലാതെ ഒരു അതോറിറ്റി ആയിട്ടോ അഡൽട്ട് ആയിട്ടോ നിന്ന് ആ കുഞ്ഞുങ്ങളോട് അപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവാനാ? ഇപ്പൊ ഈ കുറച്ച് ഒരു കാലഘട്ടമായിട്ട് പേരൻസിനോട് എനിക്ക് ന്യൂ പേരൻസ് ആയിട്ട് വന്നിരിക്കുന്ന യങ്സ്റ്റേഴ്സിനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. കാരണം അവർ വളരെയധികം സൈക്കോളജി ഫാക്റ്റുകളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അന്തരീക്ഷത്തെയും അവരുടെ വാക്കുകളെയും ഒക്കെ കഴിവുപോലെ ബോധപൂർവം കുഞ്ഞുങ്ങൾക്ക് നന്മയ്ക്കായിട്ട് മാറ്റി നിന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതിന് മുന്നേക്ക് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാവരും, ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എന്ത് പറഞ്ഞാലും നേരെ നെഗറ്റീവ് കാര്യം പറയും. അതായത് ആ നെഗറ്റീവ് വാക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്
കേട്ട് നിൽക്കുന്ന 4 വയസ്സുകാരിക്ക് എങ്ങനെ അറിയാം? ഞാനൊരു ദിവസം മുറ്റടിച്ചു. മുറ്റടിക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ മുറ്റടിച്ചു കൂട്ടി. സാധാരണഗതി അവിടുന്ന് എടുത്തു കളയുന്ന എന്തോ ഞാൻ മിസ്റ്റേക്ക് ചെയ്തു. അത്രയും ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ മദർ ഉദ്ദേശിച്ചത്. ഞാനപ്പം മമ്മി അത്രയും ചെയ്യേണ്ടതാണല്ലോ എന്ന് വെച്ചാൽ സഹായിക്കാൻ എന്ന മനോഭാവം ചെയ്തു. അതിനൊരു വമ്പൻ വഴക്ക്. സഹായിക്കാൻ പോയേനെ. ആ കൊച്ചിനുണ്ടാകുന്ന ഫീലിംഗ് എന്ന് ആലോചിച്ച് എനിക്ക് എത്ര മനോഹരമല്ലേ. അതിന്റെ കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഇട്ടു. അത്ര അടിച്ചു വാരി ചെയ്തെങ്കില് നീ ആ പുറകെ ചെന്ന് ആ കൊട്ട എടുത്തോണ്ട് വന്ന് അത് വാരി കളയുകയും കൂടെ ചെയ്യാൻ. ഞാൻ അതുപോലെ അനുസരിച്ചു. ഞാൻ മമ്മി പറഞ്ഞ പോലെ തന്നെ പോയി എടുത്തോണ്ട് വന്ന് ഇത് വാരി വെച്ചു. പക്ഷെ എനിക്ക് എടുത്തു കളയാനുള്ള അത്ര ഹൈറ്റിനേക്കാൾ മുകളിൽ കയ്യാലത്തൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. ഞാനതിൽ മമ്മിയുടെ അടുത്ത് ചോദിച്ചു, മമ്മി ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കാം, നീ പോയി അതും ചെയ്തോ? ഞാൻ ചോദിച്ചു, പിന്നെ മമ്മി എന്നോട് എന്താ പറഞ്ഞത്? നീ പോയി ആ ഫോട്ടോ എടുത്ത് അതും കൂടെ ചെയ്യാനല്ലേ പറഞ്ഞത്? അതായത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ മനസ്സിലാക്കുക, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ വാക്കുകളിലൂടെ അവരോട് ഇടപെടുക, പറഞ്ഞു കൊടുക്കുക. തെറ്റായിട്ടും ശരിയായിട്ടും ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ അത്തരം ഒരു സന്ദർഭത്തിലൂടെ വളരുക എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, ആ വ്യക്തി വലുതായി കഴിയുമ്പോഴും ഈ തറുതല പറയാനുള്ള ഒരു പ്രതിഭാസം ആ വ്യക്തിയിൽ ഓട്ടോമാറ്റിക്കലി രൂപപ്പെടുകയാണ്. ഇത് വലുതായി കഴിഞ്ഞിട്ട് മോശമായി സംസാരിക്കാന്ന് പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ആരാ ജീവിതത്തിലാക്കിയെടുത്തത്? വളരെ കഷ്ടപ്പെട്ട് സ്വന്തം പേരന്റ് ആക്കിയെടുത്തല്ലേ. പിന്നെ എനിക്കുള്ള അസുഖം വെച്ചാൽ എൻ്റെ പപ്പയെ ഞാൻ എല്ലാ പരാതിയും കൊണ്ട് ബണ്ടിൽ പോലെ ഇടുന്നത് പപ്പയുടെ മുന്നിലേക്കാണ്. ഉള്ള കാര്യം തുറന്നു പറയട്ടെ, ഏതാണ്ട് 3-ാം ക്ലാസ് പ്രായം മുതൽ എൻ്റെ പിതാവിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ വളരെ വിഷമമുള്ളതുകൊണ്ട്, ധൈര്യമില്ലാത്തതുകൊണ്ട്, കാരണം അദ്ദേഹം എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ലെറ്റർ എഴുതി പപ്പയുടെ തലയണയുടെ അടിയിൽ വെച്ചിട്ട് ഞാൻ പിന്നീട് ചെന്ന് പറയും, പപ്പ ഞാൻ ഇന്ന പോലെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, പപ്പ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരണം. വേറെ നല്ല കാര്യം, എനിക്കിത് സഹിച്ച് മടുത്തു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുക. പിന്നെ പപ്പയുടെ വക ഒരു കൗൺസിലിംഗ് ആണ്. എന്താ പപ്പയ്ക്ക് ആരെ ഉപേക്ഷിക്കാൻ പറ്റും? പെട്ടുപോയില്ലേ? ഒന്നൊന്നര പദവി തന്നെയാ. സത്യം പറഞ്ഞ ഒരു ഗൃഹനാഥൻ തന്നെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നൊന്ന് ഇടപെടുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ വ്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പയ്ക്ക് പപ്പയുടെ ഭാര്യയെ കളയാമോ? അപ്പയ്ക്ക് പപ്പയുടെ കുഞ്ഞിനെ കളയാവോ? ആരെ മാറ്റും? രണ്ടും പറ്റുകയില്ല. പക്ഷെ അപ്പയ്ക്ക് ഒരുറപ്പുണ്ട്, ഭാര്യയോട് പറഞ്ഞ് നന്നാക്കാൻ പറ്റുകയില്ല, ആളെ പറഞ്ഞ് സെറ്റാക്കാൻ പറ്റുകയില്ല. അപ്പം ആ റിയാലിറ്റി അംഗീകരിച്ചേ പറ്റുള്ളൂ. കൊച്ചു ഇത്രേ വളർച്ചയായുള്ളൂ, ഇതിനെ നമുക്ക് ഏത് റൂട്ട് വേണേലും മാറ്റിയെടുക്കാം. ആ ഒരു വലിയ വിദ്വാൻ പരിപാടി എൻ്റെ അടുത്ത് അങ്ങ് ചെയ്തു. അതുകൊണ്ട് ഇന്നും ചവിട്ട് കൊള്ളുന്ന ഒരു പുഴുവായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ഒത്തിരിയേറെ പേർക്ക് മുന്നിൽ അങ്ങ് നിന്ന് കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പല കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ സത്യം പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് വന്നതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഫസ്റ്റിൽ വന്നിട്ട് മോണ്ടിസോറി ട്രെയിനിങ് ചെയ്തത്, അതിലൂടെ ഒരു സൈക്കിക് തോട്ട്സ് എന്നിൽ പലവിധ ചിന്തകൾ ഡൈവേർട്ടായിട്ട് ചിന്തിച്ചു വന്നു. ദൈവമായിട്ട് തന്നെ കൗൺസിലിംഗ് കൊണ്ടുപോയി ഉൾപ്പെടുത്തി. അവിടെ നിന്ന് ഓരോ ക്ലാസ്സിലിരിക്കുമ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ എൻ്റെ അധ്യാപകർ നല്ല മിടുക്കരാണ്. കാരണം എനിക്കത് കാര്യമായി എഫക്റ്റ് ചെയ്യത്തില്ല. എന്നെ സ്വാതന്ത്ര്യമായിട്ട് ട്രോളണമെങ്കിൽ ട്രോളാം, കളിയാക്കണമെങ്കിൽ കളിയാക്കാം, എന്തിന് ആനിമ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അടിച്ചേൽപ്പിക്കണമെങ്കിൽ അതും ആവാം. അതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വിശ്വാസ്യത എൻ്റെ ഗുരുക്കന്മാർക്കുള്ളതുകൊണ്ട് അവര് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അവർക്കൊരു ഉപകരണമായിരുന്നു, ഒരു സഹായിയായിരുന്നു. കാരണം നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം. എന്താ ഞാൻ കൗൺസിലിംഗ് ബേസിക് പഠിക്കുന്നത്
കോട്ടയം ചുങ്കമ്പാടിയ സെമിനാരിയിലാണ്. അവിടെ വെച്ച് ഞാനങ്ങനെ അമിതപ്പെട്ട ഇടത്തോട്ടൊന്നും ചലിക്കാറില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷെ എന്നാൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി വലിയ ആൻറ്റിമാർ റിട്ടയർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ അതിലൊക്കെ ചുറ്റി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും. അവരാരോ സീനിയർ ആയിട്ടുള്ള ഏതോ വൈദികനുമായിട്ട് സംസാരിക്കാൻ മറ്റോ ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ക്ലാസ്സിലൊന്ന് അവതരിപ്പിക്കണമായിരുന്നു. മറ്റുള്ളവരുടെ എന്തും ഞാൻ പറഞ്ഞു തന്നത് എന്തും പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വിശ്വസ്തത എന്നിൽ നിന്ന് ലഭ്യമായതുകൊണ്ട് എല്ലാവരുടെയും പ്രോത്സാഹനം ഇവിടെ വരെ എത്തി. പിന്നെ കുഞ്ഞുങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹഗ് ചെയ്യുക, അവരെ അങ്ങ് ചേർത്ത് ഒടിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇതിനെപ്പറ്റി കാര്യമായ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിൽ പോലും ഞാൻ പറയുന്നില്ല. കാരണം അതിനേക്കാൾ ഏറെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് കിടക്കുന്നുണ്ട്. എനിക്കത് പറയേണ്ട ആവശ്യമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതിനുള്ള ടൈമേ നമുക്ക് അനുവദിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ചെയ്യാത്ത 1-2 പോയിന്റ്സ് ഞാൻ ഇതിനിടയിൽ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാമല്ലോ. എപ്പോഴും നോ എന്നുള്ള പറയാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നോ പറയാതെ, മറിച്ച് എന്തൊരു മിസ്റ്റേക്ക് ആയിക്കോട്ടെ, സാരമില്ല, നമുക്ക് അടുത്ത വട്ടം ശരിയാക്കാം, അല്ലെങ്കിൽ സാരമില്ല, ഇന്ന രീതിയിൽ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് അപ്പിയർ ചെയ്തോളൂ, ചെയ്യേണ്ടതാണെങ്കിൽ ഇന്ന പോലത്തെ ചെയ്തോ. നിനക്ക് അതായത് ഒരു വൈകാരിക മുറിവ് ആ കുഞ്ഞിൻ്റെ അങ്ങനെ ഒരു സുഹൃത്തിനെ സഹായിച്ചില്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ള ഒരു പോർഷൻ ഒരു വശത്ത്, മറുവശത്ത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരവസ്ഥയും വരുന്നു. ആ ഒരവസ്ഥയിൽ നമ്മൾ പേരൻസിൻ്റെ കൂടെ സപ്പോർട്ട് തേടിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നു. ഞാൻ അവിടെയും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കമ്പൽ ചെയ്ത് ഇന്ന റൂട്ടിൽ പോകണമെന്ന് പറയാറില്ല. മറിച്ച് 2 റൂട്ട് കാണിച്ചു കൊടുക്കും. ഇന്ന റൂട്ടിൽ പോയാൽ ഇവിടെ ചെന്ന് അവസാനിക്കും, അതിൻ്റെ എൻഡിങ് ഇന്ന പോലെ ആയിരിക്കും. പിന്നെ ഇപ്പുറത്തെ റൂട്ടിൽ കൂടെ പോയാൽ ഇന്നടത്ത് ചെന്ന് അവസാനിക്കും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇന്നതുപോലെ അവസാനിക്കും. എനിവേ നിനക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു റേയിലൂടെ പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഇന്ന പോർഷൻ കൊണ്ട് നിനക്ക് സ്റ്റക്ക് ചെയ്ത് പിറകോട്ട് പോരാം. അവിടെ ചെന്ന് നിനക്ക് കൈനീട്ടി കൊടുക്കാൻ നിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷനോ ഗിഫ്റ്റോ എനിവേ എന്തും അത്രമാത്രം നമ്മൾ ചെയ്തോണ്ട് നമ്മൾ ബാക്ക്വേർഡ് എടുക്കുക. റിവേഴ്സ് എടുത്ത് നമ്മൾ ആ കാര്യത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്ക് എന്നാ പറയുന്നത്, നമ്മളായിട്ട് ഒരു നോ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാതെ നോ വേണ്ടിയത് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെ അതിനുള്ള ഒരു എന്നാ പറഞ്ഞേ ആ വിധത്തിൽ കാര്യങ്ങളെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക. അത് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുകയും അതിലൂടെ സ്വയം ചിന്തിക്കുന്നതിലൂടെയും ഞാൻ എന്ത് വേണം, എങ്ങനെയാവാം എന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഇവരിലൊരു ഉത്തരവാദിത്വ ബോധം അവരറിയാതെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം കൂടി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ അനുഭവിച്ച് വളരുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫ്യൂച്ചറിൽ എത്രയോ ഡെവലപ്മെന്റിൽ ചെന്ന് നിൽക്കും. ഞാൻ പറയാതെ തന്നെ നമുക്ക് ഗസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു ഓറലായിട്ട് നമ്മുടെ വൈകാരിക നിയന്ത്രണവും സുരക്ഷിത ബോധവും ആ 2 ടോപ്പിക്കിനെ മാത്രം, ആ സെക്യൂർ അറ്റാച്ച്മെന്റ് അല്ലെ, സുരക്ഷിത ബോധം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമയം വളരെ അതിക്രമിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ വലിയൊരു ചലഞ്ചാണ്. പക്ഷെ ഞാൻ വേദനിക്കുന്നില്ല. നമുക്ക് സീരിയസ് അല്ലേ, വീക്കിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലോ, ആരെങ്കിലും ഒക്കെ മാറി വരുന്നതിടയ്ക്ക് വീണ്ടും കാണാം. എല്ലാറ്റിനും സർവേഷന് നന്ദി എന്ന് മാത്രം പറയുന്നു. ഒപ്പം ഇതുപോലെ ഞങ്ങളോട് കോഓപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന സാബു സാറ് എത്രയധികം തിരക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കറക്ഷൻസ് അത് എന്നാ അത്രയും ഫാസ്റ്റായിട്ട് അത് പറയേണ്ട കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു തീർക്കുന്ന സജി സാറ് വളരെ എന്നാ പറയുന്നത് എന്നിലെ ചൈൽഡിനെ ഹീൽ ചെയ്യുന്ന വിധത്തിൽ ഒരുതരം സൈക്കോ തെറാപ്പി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് തരുന്ന മനോഹർ സാർ ആൻഡ് ക്ഷമ 2 പേരും ഒരുപോലെ എനിക്ക്
ധൈര്യം പകർന്നുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ വരെ ഇപ്പൊ നിങ്ങളോട് ഇത്ര പേരോട് മുന്നേ വന്ന് സംസാരിക്കാൻ പോലും എനിക്കൊരു ധൈര്യം കിട്ടിയിരിക്കുന്നത്. സോ എല്ലാറ്റിനും നന്ദി. എന്നോട് സഹകരിച്ച എല്ലാ ഓഡിയൻസിന് പ്രത്യേക നന്ദി. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഇപ്പൊ സരിസാറ് പറഞ്ഞ പോലെ തന്നെ ഈ സീരീസ് ഒരു വൻ വിജയമാവട്ടെ. എന്നാ പറയുന്ന ഒരു മെഗാ എപ്പിസോഡ്, അതിന് അംഗസംഖ്യ പറയാനൊന്നും ഞാൻ ആളല്ല, എനിക്ക് അതിനുള്ള അറിവുമില്ല. സോ ദൈവനിശ്ചയം പോലെ എല്ലാം ശുഭപരിയായി പര്യവസായിയായി വരട്ടെ. ഒപ്പം എല്ലാ ജില്ലകളിലുള്ള എല്ലാ അംഗങ്ങളെയും, ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ഓരോ യൂണിറ്റ് മെമ്പേഴ്സിനെയും പ്രത്യേകം നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയായിട്ട് കൂടി ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നു. വിങ്സിന്റെ മെമ്പേഴ്സ് ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. മൈൻഡ് ഓഫ് വിങ്സില് ആവശ്യം പോലെ ഞങ്ങൾക്ക് സഹകരണം തരണം. സാറിനോടൊപ്പം കോപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, ഓഡിയൻസ് ആയിരിക്കുന്ന പോലും കമന്റ് ചെയ്യുന്ന എനിക്ക് ഒത്തിരി ഭയങ്കര ഇഷ്ടമുള്ള ചില എന്താ പറഞ്ഞ അവരുടെ ആ ഒരു അവതരണ ശൈലി വളരെ ഇഷ്ടപ്പെട്ട കുറെ പേര് അവിടെ ഉണ്ട്. ഞാനും അധികം വൈകാതെ ഒരല്പം റെസ്റ്റിന് ശേഷം വിങ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. വിങ്സിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. സോ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. സമയം അത്രമേൽ താങ്ക് യു. വളരെ മനോഹരമായൊരു സെഷൻ. ഞാൻ പറഞ്ഞു വന്നത് പ്രീ ഗാങ് ഏരിയ അല്ലെങ്കിൽ പ്രീ ഗാങ് ഏജ്, പ്രീ സ്കൂൾ ഏജ് എന്നൊക്കെ നമ്മൾ പറയും. ഏകദേശം 2 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കുട്ടികളെ ഏത് രീതിയിൽ രക്ഷകർത്തത്തിലേക്ക് കൊണ്ടുപോകണം, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് 5 പോയിന്റുകളെ കുറിച്ചാണ് ചർച്ച വന്നത്. അതിൽ 2 പോയിന്റുകൾ തീർച്ചയായിട്ടും അത് വളരെ ആഴത്തിലുള്ള വിഷയങ്ങളായതുകൊണ്ടും ഒത്തിരി എക്സ്പീരിയൻഷ്യലായിട്ട് പറയാനുള്ളത് കൊണ്ട് തന്നെ ഈ 5 വിഷയങ്ങൾ 2 വിഷയങ്ങൾ എടുത്താണ് പറഞ്ഞത്. പിന്നെയുള്ള സമയങ്ങളിൽ തുടർന്നുള്ള വിഷയങ്ങൾ കൂടെ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ പറ്റും. ഇന്ന് നമ്മൾ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ, ഈ 2 വിഷയത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കേട്ടത്. അതിനോടൊപ്പം സെൽഫ് എസ്റ്റീം, സോഷ്യൽ സ്കിൽ, അതുപോലെ തന്നെ റെസിലിയൻസ്, ഈ 3 പോയിന്റുകളും കൂടെ നമുക്ക് ഇനിയും തുടർന്ന് കേൾക്കാനുള്ളതാണ്. അപ്പോൾ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ആ ഏരിയ തീർച്ചയായിട്ടും വളരെ ബ്രോഡായിട്ടുള്ള ഏരിയയാണ്. ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കുഞ്ഞുങ്ങളിൽ ജനിപ്പിക്കുന്ന ആ സുരക്ഷിതത്വ ബോധത്തോടു കൂടി വളരാൻ സഹായിക്കുന്ന ഒരു ഏരിയ. റെസ്പെക്റ്റ് ആൻഡ് ലവ്, അത് കൃത്യമായിട്ട് അവർക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധമുള്ള ഏരിയ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ തലങ്ങളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റീജിയൻ. അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുക, ഹഗ്ഗിങ്, ഇതെല്ലാം ഒരു സെക്യൂരിറ്റി തലം അല്ലെങ്കിൽ ഒരു സേഫ്റ്റിയുടെ തലമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടക്കുന്ന കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ എപ്പോഴും ഒരു പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റിൻ്റെ തലങ്ങളാണ്. അനേകം എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിലുണ്ട്, നമ്മുടെ മക്കളുടേതാണെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിലും. ഇപ്പോൾ അനിയമാമൻ പറഞ്ഞത് തന്നെ ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസ് കൂടെ ചേർത്താണ് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കപ്പിൾ ചെയ്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ പോയിന്റുകളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഏരിയ പറയുന്നത് ഇമോഷണൽ റെഗുലേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, 4 വയസ്സുകാരനോട് സംസാരിക്കാൻ 4 വയസ്സുകാരനെ പോലെ ആകണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ട് വേണം പറയാൻ. നമ്മളുടെ സംസാര ഭാഷയും അതുപോലെ തന്നെ സംസാരത്തിന് ഉപയോഗിക്കുന്ന സൗണ്ടിൻ്റെ ആ ടോണുമെല്ലാം ആ ഒരു രീതിയിലേക്ക് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ മാത്രമേ അത് കുട്ടികൾക്ക് ഗുണകരമാകൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരു സ്വയം നിയന്ത്രണമാണ് ആവശ്യം. നമ്മളെ അറിയണം, നമ്മൾ ആരാണ്, മാതാപിതാക്കൾ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ഉത്തമ രക്ഷകർത്തൃത്വത്തിൻ്റെ റിസോഴ്സായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ടാണ് 4 വയസ്സുകാരനോട് 4 വയസ്സുകാരിയോട് 4 വയസ്സുകാരുടെ അതേ സ്വരത്തിലും അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സംസാരിക്കണമെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കളാണ്. അത് ഈ പറയുന്ന പ്രീ ഗാങ് ഏരിയയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഗാങ് ഏരിയ എന്ന് പറയുന്ന ആ 8 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പ്രായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളൊക്കെ ആ രീതിയൊക്കെ മാറും.
അവിടെ മാതാപിതാക്കളെക്കാളും കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടുകാരും ഒരുപക്ഷെ അധ്യാപകരും ഒക്കെ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. കുട്ടികൾ വളർന്നു വരുമ്പോൾ ആദ്യമൊക്കെ മാതാപിതാക്കൾ റോൾ മോഡലാണെങ്കിൽ അച്ഛനെ പോലെ ആകണം, അമ്മയെ പോലെ ആകണം എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പം ടീച്ചറെ പോലെ ആകണമെന്നോ ഒരുപക്ഷെ യാത്ര ചെയ്യുന്ന വാഹനത്തിലെ ഡ്രൈവറെ പോലെ ആകണമെന്നൊക്കെ പറയുന്ന ഒരു വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം റോൾ മോഡലിൻ്റെ തലം അത് ആദ്യത്തെ ഈ പ്രീ ഗ്യാങ് ഏരിയയിൽ കറക്റ്റായിട്ട് റോൾ മോഡൽ മാതാപിതാക്കളായിരിക്കണം. അത് അതിനകത്ത് മാം വളരെ വ്യക്തമായിട്ടൊരു പോയിന്റ് പറഞ്ഞു. പോസിറ്റീവ് മോഡൽ ആയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നെഗറ്റീവ് മോഡൽ ഒരിക്കലും ആകരുത്, ഇല്ലേ? നമ്മൾ പലപ്പോഴും നെഗറ്റീവ് മോഡലിൻ്റെ ഏറ്റവും വലിയ മോഡലായിട്ടൊക്കെയാണ് പലപ്പോഴും അനുവർത്തിക്കുന്നത്. ശരിയും തെറ്റും ഒന്നും തിരിച്ചറിയാത്ത ഈ മക്കളോട് പലപ്പോഴും ശരിയും തെറ്റും തിരിച്ചറിയാത്ത മാതാപിതാക്കളെ പോലെ പെരുമാറുന്ന ഒരു രീതി, എസ്സും നോയും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ക്രോഡീകരിക്കാൻ മറന്നുപോകുന്ന ഒരു രക്ഷാകർത്താവിൻ്റെ റോള് പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ വെറും 2 പോയിന്റ് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഒത്തിരി എക്സാമ്പിൾസ് ആവും. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഈ 2 പോയിന്റുകൾ. ബാക്കി സെൽഫ് എസ്റ്റീമും സോഷ്യൽ സ്കില്ലും റെസിലിയൻസും നമുക്ക് അടുത്ത തുടർന്നുള്ള ക്ലാസ്സുകൾ കേൾക്കാം. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ, ഈ 2 ഭാഗത്തെ ഊന്നി നിർത്തിക്കൊണ്ടുള്ള അടുത്ത ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ അവരെയും ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാജേന്ദ്രൻ സാറുണ്ടോ ആദ്യം? രാജേന്ദ്രൻ സാറുണ്ടോ ഇവിടെ? സാർ പോയി തോന്നുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉലഹനാൻ സാറിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഉലഹനാൻ സാർ തുടങ്ങും. ഉലഹൻ സാർ കേൾക്കാമോ? കേൾക്കുന്നില്ല. യെസ്, ഉലഹൻ സാർ അഡ്മിറ്റ് ചെയ്യും. ഉണ്ടാവുന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് വത്സമ മാമിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞോളൂ ഉലഹൻ സാർ വരട്ടെ. എന്നെ ക്ലാസ്സിൽ ഇപ്പൊ കയറിയതേ ഉള്ളൂ, എങ്കിലും ക്ലാസ് കേട്ട ഭാഗം കൊണ്ട് തോന്നുന്നത് ചൈൽഡ്ഹുഡില് കുട്ടികളോട് മാതാപിതാക്കൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതും മാതാപിതാക്കളുടെ സംസാരവും ആംഗ്യഭാഷയും എല്ലാം കുട്ടികളുടെ മനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണ് പറഞ്ഞു വെച്ചതെന്ന് മനസ്സിലായത്. അതിനെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടതിരിക്കുന്നു. സംസാരത്തിലും പ്രവൃത്തിയിലും അവർ കാണിക്കുന്നതൊക്കെ മക്കളുടെ മനസ്സിലേക്ക് ആഴമായി പതിയുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചതെന്ന് തോന്നുന്നു. എങ്കിലും കേട്ടിടത്തോളം കൊണ്ട് വളരെ സന്തോഷം, വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു അനിയമ്മ, വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, ബാബു സാർ ഉണ്ടോ? ബാബു തോമസ് സാർ, സലീമ മാം. ബാബു സാർ പറയും. വളരെ നന്നായിട്ട് തന്നെ ശ്രീമതി ആനിമ മാഡം ക്ലാസ് കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ചും ഈ ദീപങ്ങളുടെ ഉത്സവത്തില് നമ്മുടെ മനസ്സിൽ നല്ല ദീപങ്ങള് മാഡം തെളിച്ചു. പ്രത്യേകിച്ചും സുരക്ഷിതത്വ ബോധം അതൊരു ബേസിക് നീഡാണ്. എബ്രഹാം മാസ്ലോ തുടങ്ങിയവരുടെ വീക്ഷണത്തില് ഒരു വ്യക്തി ഏറ്റവും പരമമായിട്ട് നേടേണ്ടത് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ്. പക്ഷെ ഈ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ ആദ്യമായിട്ട് അവന്റെ ബേസിക് നീഡുകൾ ഒരു ഫലപ്രാപ്തിയിലെത്തണം. അങ്ങനെ ബേസിക് നീഡ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള, അതായത് ആദ്യത്തെ ആ ഒരു ബേസിക് നീഡൊക്കെ കഴിഞ്ഞ് തുടർന്ന് വരുന്ന ഒരു പോയിന്റാണ് സുരക്ഷിതത്വ ബോധം. അപ്പൊ ആ സുരക്ഷിതത്വ ബോധത്തെ കുറിച്ച് അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സിനെ കുറിച്ച് വളരെ നന്നായിട്ട് സ്വന്തം അനുഭവത്തിന്റെയും കൂടെ വെളിച്ചത്തില് ശ്രീമതി ആനിയമ്മ മാഡം നമ്മളോട് പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ വൈകാരികമായിട്ടൊക്കെ ഒത്തിരി പ്രത്യേകതകൾ ഉള്ളവരാണ്. വൈകാരിക നിയന്ത്രണം ചിലപ്പോൾ അവർക്ക് സാധിച്ചില്ല എന്ന് വരും. പ്രത്യേകിച്ചും കുട്ടികൾ, അവരോടുള്ള നമ്മുടെ ശ്രദ്ധ കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം കുറയുന്നു എന്ന തോന്നല് കുഞ്ഞുങ്ങൾക്കുണ്ടായാൽ അവര് മിക്കവാറും കോപപ്രകടനങ്ങളൊക്കെ അല്ലെങ്കിൽ ടെമ്പർ ടാൻട്രം ഒക്കെ അവരെ കാണിച്ചെന്നിരിക്കാം. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിപാലിക്കേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നീങ്ങണം. അപ്പോൾ അതില് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാഡം വിശദീകരിക്കുകയുണ്ടായി.
എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സലീമ മാം കേൾക്കാമോ? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറമാകുന്നത് ചെറുപ്രായത്തിലാണെന്ന് നമുക്കറിയാം. 7 വയസ്സ് വരെ, പരമാവധി 12 വയസ്സ് വരെ എന്ന് പറയും. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടിയിൽ പേരൻസ് ചെലുത്തേണ്ട ശ്രദ്ധ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു രക്ഷാകർതൃത്വമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന ഒരു സെഷനായിരുന്നു ശ്രീമതി ആനിയമ്മ മാം കൈകാര്യം ചെയ്തത്. വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് പേരന്റിങ്. കാരണം ഒരു മനുഷ്യനെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത്. അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത്തരത്തിലുള്ള ലോകം വാർത്തെടുക്കുന്നതിന് കാരണമാകും. അത്രയേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് നഴ്സറിങ് പേരന്റ്ഹുഡ്. അനീമ മാം സ്വന്തം ജീവിതാനുഭവം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് ഇനിയും 2 സബ് ടോപ്പിക്സ് ആണ് അനീമ മാം കൈകാര്യം ചെയ്തത്. ബാക്കിയുള്ള 3 ടോപ്പിക്സും കൂടി വരുന്ന മേലിലേക്കുള്ള സെഷൻസിൽ നമുക്ക് ശ്രമിക്കാമെന്ന് കരുതുന്നു. അനീമ മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു. എല്ലാം താങ്ക് യു, താങ്ക് യു മാം. ഉലഹന സർ കേൾക്കാമോ? അഡ്മിറ്റ് ചെയ്യൂ. നെറ്റ് പ്രോബ്ലം ഉണ്ടോ? വളരെ ലളിതമായ മുമ്പിലേക്ക് എത്തിയൊക്കെയാണ് നമ്മുടെ ട്രെയിനർ അനുഭവം ചെയ്തത്. എനിക്കതിൽ 2 കാര്യങ്ങൾ എനിക്ക് തോന്നിയതൊന്ന് കൂട്ടിച്ചേർക്കാനാണ്. ഒന്ന്, വളർന്നു വരുന്ന ഒരു കുഞ്ഞൊരു 3 വയസ്സാകുമ്പോഴേക്ക് തന്നെ അവന് വേണ്ട മോഡലിംഗ് ഒക്കെ അവൻ നേടിയിട്ടുണ്ടാവും. 7 വയസ്സിനകത്ത് അതവൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ 3 വയസ്സ് കാലത്ത് പാരൻസ് കൊടുക്കുന്ന, ആ കുട്ടിക്ക് കൊടുക്കുന്ന ശ്രദ്ധ, കുട്ടിയാണെന്നുള്ള ചിന്തയോടുകൂടിയുള്ള അവൻ്റെ ഭാഷ, കുട്ടിയുടെ ഭാഷ അച്ഛനും അമ്മയ്ക്കും അറിയാൻ കഴിയും. കുട്ടിയുടെ ഭാഷയിൽ തന്നെ കുട്ടിയോട് പറയുക. കുട്ടിയുടെ കയ്യിൽ കൊടുത്തൊരു ആഹാര പദാർത്ഥം താഴെ പോയാൽ അവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ അമ്മ അവർക്ക് സ്വന്തം പാരൻസിൽ നിന്ന് കിട്ടിയ ഘടവാചകങ്ങളുണ്ടല്ലോ, ഗതികെട്ട വാചകങ്ങൾ, അതപ്പം തന്നെ ദേഷ്യത്തോടെ കൊടുക്കുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. ഇപ്പൊ പാരന്റ് ആകുന്നതിന് മുമ്പ് തന്നെ നാം നമ്മളെക്കുറിച്ച് ആലോചിക്കുക. എൻ്റെ കുട്ടിക്ക് എൻ്റെ അനുഭവങ്ങൾ ഞാൻ കൊടുക്കരുത്, അത് ഉറപ്പിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോളും. കുട്ടിയെ സ്നേഹിക്കാനും അവളുടെ തോളിൽ തട്ടാനും എമ്പതി കാണിക്കാനും അവൻ്റെ പരാജയത്തിൽ സാരമില്ല, വിജയത്തിലേക്കുള്ള പാതയാണെന്ന് പറഞ്ഞ് കൈപ്പിടിച്ച് കൊണ്ടുവരാനും പാരൻസ് മുന്നോട്ട് വന്നാൽ ഒരു 12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവനായിരിക്കും മിടിമിടുക്കാൻ, അവളായിരിക്കും മിടിമിടുക്കി. ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികളെ വിട്ടുകൊണ്ട് പറയുകയല്ല, പക്ഷെങ്കിലും പെൺകുട്ടികൾക്ക് അവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഉടുപ്പുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതിൽ യാത്ര, അവർ വ്യത്യാസം സ്കൂളിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിർബന്ധപൂർവ്വം ആ മോള് ഇന്ന് അച്ഛൻ വാങ്ങിത്തന്ന അല്ലെങ്കിൽ അമ്മ വാങ്ങിത്തന്ന ആ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ നിൽക്കുക. പലപ്പോഴും ആ ഉടുപ്പ് ഇട്ട് കഴിഞ്ഞ് അവളുടെ മുഖത്ത് നോക്കി, നീ ഇപ്പോൾ സുന്ദരിയായിരിക്കുന്നു, കുറച്ചുണ്ട്, അതിൻ്റെ നിറം നന്നായിരിക്കുന്നു എന്നൊക്കെ സന്തോഷവാദം. ഇനി നമ്മൾ അടുത്ത ചിത്രം ഇതാണ്. ബസ്സിലേക്ക് കാല് വെക്കുന്നതിന് മുമ്പ് കിട്ടുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം. അവളുടെ മനസ്സിൽ
ഉൾപ്പെട്ടാൽ വാങ്ങുകയില്ല. സർ നമുക്ക് വോയിസ് വേണ്ടി ബ്രേക്ക് ആയി, വരികയില്ല. സർ വോയിസ് ബ്രേക്ക് നല്ല ഓക്കെ മാം. പറഞ്ഞോളൂ സാർ, കേൾക്കാം. കംപ്ലീറ്റ് ആയോ? ആയി. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. റോയ് സാർ. ഒരു മിനിറ്റ് സബ സാറ്. ആ. ഇപ്പൊ സാറ് പറഞ്ഞ സുരേന്ദ്രൻ സാറ് പറഞ്ഞതിനെ അറ്റാച്ച് ചെയ്ത് ഞാൻ പറയണേ. ആ. നമ്മുടെ നമുക്ക് വന്ന പോലെ ആവരുതെന്ന് പറയുന്നത്, നമുക്ക് വരുന്ന പോലെ ആവരുതെന്ന് പറയുമ്പോഴും ഈ പേരന്റ് കറക്റ്റായ വേയിലല്ല മൂവ് ചെയ്യുന്നത്. ആ പേരന്റ് എന്താ ചിന്തിക്കുന്നത്? അതായത് പൊതുവെ കാലഘട്ടത്തിന്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദാരിദ്ര്യത്തിൽ അനുഭവിച്ചായിരിക്കും വന്നത്. അപ്പൊ ഇവരെ എത്രത്തോളം പോഷാക്കാമെന്ന് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരു സാമ്പത്തികം കുറച്ചും കൂടെ കൂടുതൽ ഇറക്കുക. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇറക്കിയതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അത്ര മാത്രമേ ഇവർ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ അവരുടെ ശരിയായ ആ ഒരു കുഞ്ഞിന്റെ വളർച്ചയെ അറ്റാച്ച് ചെയ്ത് ചിന്തിക്കുമ്പോൾ ശരിയായ റൂട്ടിലല്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ, റോയ് സാർ. മാഡം പറഞ്ഞോ. ഒരു മിനിറ്റ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാഡം തെറ്റിദ്ധരിച്ചു പോയതാണ്. സാമ്പത്തികത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം അനുഭവിച്ചുള്ള വികാര വൈകൃതങ്ങൾ ആ കുട്ടിയിലേക്ക് ഏൽപ്പിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണം, അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സ് വെച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ ആ പോയിന്റ് അവിടെയാണ് വർക്കൗട്ട് ആക്കേണ്ടത്, ആവുന്നത്. മനസ്സിലായോ? ഓക്കെ. മനസ്സ് വെച്ച് മനസ്സിലാക്കുക. നമ്മളെ തന്നെ, നമ്മളെ പേരന്റിനെ നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കുക. താങ്ക് യു. റോയ് സാർ പറഞ്ഞു. അനിമ മാഡത്തിന്റെ ഈ നർച്ചറിങ് പേരന്റ് എന്ന് പറയുന്ന ഭാഗം 5 ഭാഗങ്ങളായിട്ടാണ് മാഡം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ 2 ഭാഗം പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളോട് കേൾക്കാനുള്ള വളരെയധികം ആകാംക്ഷയിലാണ് ഞാൻ. കാരണം ചുമ്മാ തത്വങ്ങൾ പറയുകയല്ല ചെയ്തത്, തൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ അതേപടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ. സെക്യൂറിങ് അറ്റാച്ച്മെന്റിനകത്ത് മാഡം പറഞ്ഞു 1000 ദിവസം അമ്മയോടൊപ്പം കഴിയുന്ന കുഞ്ഞിനെ കുറിച്ചാണ് മാഡം പറഞ്ഞത്. നമ്മളിൽ നിന്നും കുഞ്ഞ് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ കാര്യം വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വന്നാൽ കുട്ടിയുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാവുന്നു. പിന്നെ അതുപോലെ തന്നെ വൈകാരിക നിയന്ത്രണത്തിന്റെ കാര്യം പറഞ്ഞു. കമ്പയർ ചെയ്യുന്നത് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അത് കമ്പയർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്ത് നേരത്തെയും കേട്ടിട്ടുണ്ട്. എങ്കിലും അതുപോലെ തന്നെ കുട്ടികളുടെ ഇത് നമ്മളിൽ ഉള്ള ഉത്തരവാദിത്തം അംഗൻവാടിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭാഗമൊക്കെ മാഡം പറഞ്ഞു. അതുപോലെ തന്നെ നോ പറയരുത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. ഇതെല്ലാം വളരെ ഭംഗിയായി സ്വന്തം അനുഭവത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത ആനിമ മാഡത്തിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും മാഡത്തിന്റെ ക്ലാസ്സുകൾ കാത്തിരിക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സാർ. ഓമന ടീച്ചർ ഉണ്ടോ? രമാവതി മാം. പറഞ്ഞോളൂ സാർ. കേൾക്കാം. സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല സ്വന്തം അനുഭവങ്ങൾ എടുത്ത് കൂട്ടി പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു പാരന്റിനെ കുറിച്ച്. താങ്ക് യു സാർ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. രമാവതി മാം. സാബു സാർ, അതുപോലെ തന്നെ സരസ് സാർ, ആനിയമ്മ ജോർജ് മാം. മാമിനെ ഇങ്ങനെ ഞാൻ ഈ ഇതില് ക്ലാസ് എടുക്കുന്ന രീതിയിൽ കാണുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. എനിക്കറിയില്ല എന്താന്നുള്ളത്. ഞാൻ വലുതാവത്തില്ലാത്ത അങ്ങനെയാ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് ചെറിയ പെങ്കൊച്ചല്ലേന്ന് വിചാരിക്കാറുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ മാം ഇത് ഗൗരവമുള്ള വിഷയമാണ് മാം. കാരണം കുട്ടികളെ വളർത്തുന്നതിൽ വളർത്തുദോഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പം എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഈ 2 സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും പിന്നെ
അതില് മാമിന്റെ സ്വന്തം അനുഭവം പങ്കുവെച്ചു എന്നുള്ളതാണ്. കാരണം അങ്ങനെ അനുഭവം പങ്കുവെക്കാൻ കാരണം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഉൾക്കൊണ്ടോണ്ട് അവിടെ തന്നെ ഇവിടെ സ്റ്റക്കായിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് അതിലിപ്പം വ്യക്തിത്വം ഞാൻ പറയാറുണ്ട്, തൊട്ടിലുള്ള കുട്ടിക്കും കട്ടിലുള്ള പ്രായമായിട്ട് കിടക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാവും, വ്യത്യസ്തമായിരിക്കുന്നേ ഉള്ളൂ, വ്യത്യസ്തത്തിന് ഒരു ഇതുള്ളതെന്നുള്ളൂ, അല്ലാതെ വ്യക്തിത്വം അങ്ങനെയാണ്. അതുപോലെ തന്നെ കുട്ടി ജനിച്ചിട്ട് കൊണ്ടുവന്ന് കിടത്തിയിട്ടാകുമ്പോ എന്റെ മോനാണെങ്കിൽ ജനിച്ചിട്ട് ഇങ്ങനെ കിടത്തിയിട്ടാകുമ്പോ എന്റെ ആങ്ങളെ കാണാൻ വന്നു. അപ്പൊ ഇങ്ങനെ നോക്കുക. അപ്പൊ ആങ്ങളെ ചോദിച്ചു, എന്താ ഇങ്ങനെ തുറച്ച് നോക്കുന്നത്? അപ്പൊ കണ്ണടച്ചിട്ടില്ല, കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ നോക്കുക. അപ്പം ആ സമയം മുതൽ നല്ല വയറ്റില് ഗർഭിണിയാകുമ്പോ തന്നെ, ഗർഭം ധരിക്കുമ്പോ തന്നെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. പക്ഷെ അല്ലാതെ തന്നെ ഇപ്പൊ നമ്മള് വീട് ജനിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ ഓരോ മൂമെന്റിലും ശ്രദ്ധിച്ചു നോക്കിയാൽ അവരാ കണ്ണ് ഇതാക്കി നോക്കുന്നതും അവരുടെ അനക്കങ്ങൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാം പറഞ്ഞ പോലെ ചെറിയ കുട്ടി, ഞാൻ ഏകദേശം എല്ലാ കുട്ടികളോടും ഇഷ്ടപ്പെടുന്നതാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടീനെ ഇഷ്ടം. ഇപ്പൊ ചെറിയ കുഞ്ഞു മക്കളെ കണ്ടാൽ ആ ടോണ് നമുക്ക് വേറെ ആയിരിക്കും. എന്റെ ഭാവിയെ എന്റെ നോക്കത്ത് അങ്ങനെയല്ല വരും. കുറച്ച് വലുതായി കഴിയുമ്പോ മോനു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേന്ന് പറഞ്ഞിട്ട് അവര് ആ ടോൺ തന്നെ നമുക്ക് ആ സംസാരം തന്നെ ആ രീതിയിലേക്ക് തന്നെ പോണം. അല്ലാതെ നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്, അതെയോ ഒരേ സ്കൂളാ, അങ്ങനെയല്ല. അപ്പൊ മാം പറഞ്ഞത് കറക്റ്റാണ് മാം. കാരണം നമ്മൾ ആ പ്രായത്തിലേക്കാവുക, ആ പ്രായത്തിലേക്കായിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ ഇഷ്ടം, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാവകാശം കിട്ടും. അതുപോലെ തന്നെ ഗ്യാങ്ങിന്റെ പറഞ്ഞല്ലോ മാം, ഗ്യാങ് ഇപ്പം 1 മുതൽ 7 വരെയുള്ള പ്രായം എന്ന് പറയുന്നത് നമ്മളിപ്പം മാം പറഞ്ഞ പോലെ നമ്മൾ റോൾ മോഡൽ ആവാന്ന് വെച്ചാല് അതിൽ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള മാം, ചില പാരന്റ്സ് ഉണ്ടല്ലോ ഈ കുട്ടികളെ മുമ്പിന്ന് കള്ളം പറയും. ഇപ്പൊ ഒരാൾ സംഭാവനക്ക് വരുന്നുണ്ടെങ്കിൽ അച്ഛനെ ഒളിപ്പിച്ചിട്ട് പറയും അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടിയും പുറത്തു പോയിട്ട് പറയും അച്ഛനില്ല. അപ്പൊ കുട്ടിക്ക് അറിയാം ഇതെന്തോ കള്ളം പറയാനുള്ള ഒരു സംഭവമാണ്. അത് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ പാരന്റ്സ് തമ്മിലുള്ള വഴക്കോ എന്തെങ്കിലും വാക്കണം അവരകത്ത് പോയിട്ട് കുട്ടി കേൾക്കാത്ത രീതിയിലെങ്കിലും ചെയ്യണം എന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. അല്ലാതെ കുട്ടി വിചാരിക്കും ഇതിപ്പം വീട്ടിൽ ഇങ്ങനെ എന്താ പറയണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ചില പാരന്റ്സ് ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പറയാൻ മാം പറഞ്ഞത് അതെനിക്ക് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സമാധാനം ഇനി വൈകുന്നേരം വരെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ. അതായത് പ്രസവിച്ചു, സ്കൂള് അംഗനവാടി തുടങ്ങിയ മുതൽ പിന്നെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മളതല്ല, അത് ടീച്ചേഴ്സിന്റെയാണ്. ടീച്ചേഴ്സിന്റെ കയ്യിലിരുന്നിട്ട് അവരാ ശ്രദ്ധിക്കേണ്ടത്. ടീച്ചേഴ്സ് അതിന് മാത്രം ഇപ്പൊ കഷ്ടപ്പെടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ വേണ്ട. ഞാനിപ്പം ചില സമയത്ത് മോളെടുത്ത് പോകാറുണ്ട് UK. അപ്പം മോക്കും ലീവാണ്, മോള് പറയും നമുക്ക് എവിടെയെങ്കിലും പോയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മാം, അയ്യോ വേണ്ട, അവരെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് വിളിച്ചാൽ അതിനെന്താണ്, വിളിച്ചാൽ എൻ്റെ കയ്യിൽ സെൽഫോൺ ഇല്ലേ. അപ്പൊ അത്ര ഇതായിട്ട് നമ്മളൊരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പോലും നമ്മളിങ്ങനെ കാതോർത്ത് നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് കുട്ടികളെ. അതുപോലെ തന്നെ മാം പറഞ്ഞത് മാർക്കിന്റെ കാര്യം അല്ലെ, അത് ഒരു 90% വീട്ടിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ ആദ്യം ചോദിക്കൽ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്ന ഉടനെ പിന്നെ അവനെത്രയാ കിട്ടിയതെന്നാണ്. ഈ കുട്ടി മാർക്ക് കാണിക്കുമ്പം എനിക്ക് 2 മാർക്ക് കുറഞ്ഞു, അപ്പം മറ്റവൻ എത്രയാ കിട്ടിയത്, അവന് ഫുള്ള്. അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് അന്നേരം തോന്നി ഇതെന്തോ ഒരു എന്താ പറയണേ ലാഭ കച്ചവടം പോലെയുള്ള സംഭവമാണ്. അപ്പൊ കുട്ടീന്റെ ബുദ്ധി, കുട്ടിക്ക് അന്നേരം പഠിക്കാൻ പറ്റിയില്ല, ചിലപ്പോ 1 മാർക്ക് കുറഞ്ഞത് കുട്ടിക്ക് ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ പിന്നെ മാം പറഞ്ഞ മോണ്ടിസേരിയിൽ പഠിക്കുന്ന ഇടക്കിടക്ക് പറയുന്നില്ല, ഞാൻ പറയാറുണ്ട് മാം, ഞാൻ ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കാസർഗോഡ് മെഡോണ AUP സ്കൂളിലാണ് പഠിച്ചത്. എന്നെ ഞാനാക്കിയ ഒരു നല്ല സ്കൂളാ മാം. അത് അത്രക്കും നല്ലതെന്ന് പറഞ്ഞാല് അതിൽ എനിക്കൊരു പ്രത്യേകത കണ്ടത്, പിന്നെ എനിക്കല്ല സോറി, ആ സ്കൂളിന് പാരന്റ്സ് ഇടക്കിടക്കേ പോവും അവിടെ കുട്ടീനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. രക്ഷിതാക്കൾ പോവും. എൻ്റെ പിന്നെ അമ്മയും അച്ഛനൊക്കെ വരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ടീച്ചേഴ്സിനോട് പറയാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്കൂളിൽ വിട്ടാലും ഇങ്ങനെ വെറുതെ, പിന്നെ
ഈ മാം പറഞ്ഞില്ലേ കുട്ടികള് തട്ടുത്തരം പോലെ സംസാരിക്കുന്നത് പാരന്റ്സിന്റെ കുറവാണ്. അത് അമ്മമ്മയായാലും മാം പറഞ്ഞ പോലെ അമ്മമ്മയായാലും ഒരു അമ്മമ്മമാര് കുറച്ചും കൂടി ഇതായിട്ട് അധികാരം എടുത്ത് സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഈ ക്ലാസ് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുപോലെ ജോയ് സാറ് പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കിയും കൂടി കേൾക്കാനുള്ള താല്പര്യം കൂടി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാം. സൗണ്ട് കിട്ടുന്നില്ല. ഓക്കെ, ഇനി ആരുള്ള കുഞ്ഞോയി മാസ്റ്റർ, എനിബഡി എൽസ്, വേറെ ആരെങ്കിലും ഉണ്ടോ? തുളസി മാം, തുളസി ആലപ്പുഴ എന്നല്ലേ? കേൾക്കാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഞ്ഞോയി മാസ്റ്റർ ഉണ്ടോ? ഞാൻ തിരിച്ചു വിളിക്കാവേ. ഓക്കെ, കുഞ്ഞോയി മാസ്റ്റർ പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ആവുന്നില്ലല്ലോ, എന്ത് പറ്റി? രാജു ഫിലിപ്പ് സാർ ഉണ്ടോ? തുളസി മാം അൺമ്യൂട്ട് ചെയ്യൂ, ഒന്ന് പരിചയപ്പെടാം. പറയും. നിർഭാഗ്യവശാൽ എനിക്ക് ഈ നെറ്റ് പ്രോബ്ലം വന്നതുകൊണ്ട് ഈ സെഷൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിരുന്നു, സബ്ജക്റ്റ് ആയിരുന്നു എന്ന് ഫീൽഡ് ബാക്കിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനിയും ബാക്കിയുള്ളവരും പറയുന്നത് കേട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഓക്കെ സാർ, വളരെ പ്രാധാന്യമുള്ള വിഷയം താങ്ക് യു സാർ. ഓക്കെ. താങ്ക് യു സർ. രാജു സാർ ഉണ്ടോ? ദെൻ വൺ റിയൽമി, ദെൻ തുളസി മാം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അനിമാം മാം വളരെ മനോഹരമായി സെഷൻസ് എടുത്തു. ഇനിയും നമുക്ക് കുറച്ച് സെഷൻസ് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതും കൂടെ ചിന്തിക്കാം. പക്ഷേ വ്യക്തികൾക്കെല്ലാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മാതാപിതാക്കൾക്കെല്ലാം ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി അനുഭവങ്ങൾ കൃത്യമായിട്ട് നൽകി. സോ താങ്ക് യു, റിയലി എ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു സർ. എല്ലാറ്റിനും ഉപരി എന്നെ ഈ പരുവത്തിലേക്ക് ഒന്ന് പരുവപ്പെടുത്തി. അതായത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ ചെത്തി മിനുക്കിയത് സാവു സാർ തന്നെയാണ്. അത് ഞാൻ മറക്കുന്നില്ല, മറച്ചു വെക്കുന്നുമില്ല. സോ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സാവു സാറിന് തന്നെയാണ്. അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, നമുക്ക് നാളെ മറ്റൊരു സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള വിഷയമാണ്. മിക്കവാറും ജോർജ് സാർ ആയിരിക്കും. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.